ത്രിയേക ദൈവത്തിന് സ്തുതി. ജൂലൈ മാസം 4-ാം തീയതി മിഷൻ സൺഡേയായി സഭ വേർതിരിച്ചിരിക്കുന്ന ദിവസമാണല്ലോ. മിഷൻ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും പ്രവർത്തന മേഖലകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനൊപ്പം സുവിശേഷത്തിന് അധിഷ്ഠിതമായി ജീവിക്കുവാനും ലഭിക്കുന്ന ആയുസ്സ് സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിനായി വിനിയോഗിക്കുവാനും ദൈവം നൽകിയവയിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനും നാം സമർപ്പിക്കുന്ന ഒരു ദിനമാണ് ഇത്. ദൈവരാജ്യ പ്രഘോഷണവും പ്രവൃത്തിയും എന്നതാണ് ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം. സഭ നിലനിൽക്കുന്നത് ദൗത്യത്തിലാണ് എന്ന് നമുക്കറിയാം. ദൗത്യം ദൈവത്തിൻ്റേതാണ്. മിസ്സിയോ ഡേ എന്നാണല്ലോ പറയപ്പെടുക. ഈ ദൗത്യത്തിൻ്റെ സഹകാരികളായി തീരുവാനാണ് ദൈവം നമ്മെ എല്ലാവരെയും വിളിക്കുവാനായിട്ടിടയാകുക. മിഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഫോർ ദ സാൽവേഷൻ ഓഫ് ദ വേൾഡ്. ലോകം രക്ഷകനെയും ആ രക്ഷകളിലൂടെയുള്ള രക്ഷയെയും അനുഭവിച്ചറിയുവാനാണ് നാം ദൗത്യത്തിൽ ഏർപ്പെടുവാനിടയാകുക. ഇന്നത്തെ ഒന്നാമത്തെ പാഠമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഭാഗം യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗമാണ്. യെശയ്യാ പ്രവാചകൻ ഉന്നതമായ ദൈവിക ദർശനം കാണുന്നതും അതിനോടനുബന്ധമായി ദൈവത്തിൻ്റെ വിളി ശ്രവിക്കുകയും ആ വിളിക്ക് അടിയണിത എന്ന സമർപ്പണ വാചകം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് ഈ ഭാഗത്ത് നാം വായിക്കുക. 2-ാം പാഠമായ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് അതിശക്തമായി പൗലോസ് അപ്പോസ്തലൻ സിനഗോഗിൽ പ്രസംഗിക്കുന്നതും ദൈവരാജ്യത്തെ അടയാളപ്പെടുത്തുന്ന അത്ഭുതകരമായ അടയാളങ്ങൾ അദ്ദേഹം ആവിഷ്കരിക്കുന്നതും അത് എപ്രകാരമാണ് സഭയുടെ വളർച്ചയ്ക്ക് ഉതകുന്നതും എന്ന് ആ ഭാഗം നമ്മെ വിവരിക്കുന്നു. ശ്ലീഹാഭാഗമായ റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. പൗലോസ് തൻ്റെ സുവിശേഷ തീക്ഷ്ണതയെപ്പറ്റിയും സുവിശേഷം ലോകത്തിന് വരുത്തുന്ന രൂപാന്തരം എന്താകുന്നു എന്നതിനെപ്പറ്റിയുമാണ് റോമാസഭയോട് ഈ ഭാഗത്തൂടെ പൗലോസ് പ്രസ്താവിക്കുവാനായിട്ടിടയാകുക. ഏവൻഗേലിയനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 16 വരെയുള്ള വേദഭാഗമാണ്. ദൈവരാജ്യത്തിൻ്റെ ദൗത്യ നിർവഹണത്തിനായി കർത്താവ് 12 ശിഷ്യന്മാരെ നിയോഗിച്ചയക്കുന്ന വിവരണമാണ് നമ്മളിവിടെ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ദീർഘമായ 5 പ്രഭാഷണങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അതിലെ ആദ്യത്തെ പ്രഭാഷണം ഗിരിഗീത എന്നറിയപ്പെടുന്ന പ്രഭാഷണമാണ്. മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലാണല്ലോ നാം വായിക്കുക. ദൈവരാജ്യം അതിൻ്റെ സ്വഭാവമായ സ്നേഹം, വിനയം, നീതി എന്നതിന് ശക്തമായ ഊന്നൽ നൽകുന്ന വേദഭാഗമാണിത്. 2-ാമത്തെ ഭാഗം മിഷണറി ഡിസ്കോഴ്സാണ്. ദൗത്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന 9-ാം അധ്യായം 35 മുതൽ 11-1 വരെയുള്ള വേദഭാഗത്താണ് ദൈവരാജ്യത്തെ എപ്രകാരമാണ് ലോകത്തോട് അറിയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് പ്രഭാഷിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 3-ാമത്തെ പ്രഭാഷണം നമ്മൾ കാണുന്നു. പാരബോളിക് ഡിസ്കോഴ്സ്, സ്വർഗരാജ്യത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെക്കുറിച്ച് ഉപമകളിലൂടെ പ്രസ്താവിക്കുന്നതാണ് നാം അവിടെ വായിക്കുക. 4-ാമത്തെ പ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ്. ദ കമ്മ്യൂണിറ്റി ഡിസ്കോഴ്സ്, സാമൂഹിക ജീവിതം, അതിൽ പുലർത്തേണ്ടതായിട്ടുള്ള ക്ഷമ മുതലായ വിനയം മുതലായ നന്മകളെക്കുറിച്ചുള്ള വിവരണമാണ് അവിടെ കാണുക. 5-ാമത്തേത് യുഗാന്ത്യത്തെക്കുറിച്ച് പറയുന്ന പ്രഭാഷണമാണ്. മത്തായി 24-25 അധ്യായങ്ങളിൽ നാം വായിക്കുന്നു. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചും അതിനോടനുബന്ധമായിട്ടുള്ള വിവരണങ്ങളുമാണ് അവിടെ കാണുക. യേശുവിൻ്റെ 2-ാമത്തെ ഡിസ്കോഴ്സിൻ്റെ ഭാഗമാണ് നമ്മൾ ഏവൻഗേലിയനായി വായിച്ചു കേട്ട വേദഭാഗം. കൊയ്ത്തിൻ്റെ യജമാനൻ കൊയ്ത്തിനായി ശിഷ്യരെ വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്യുകയാണ്. അപ്പോസ്തലൻ എന്ന പദം ഈ സുവിശേഷത്തിൽ ആകെ ഉപയോഗിക്കുന്നത് ഈ ഭാഗത്താണ്. ദൈവം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും അയക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് ഈ ഭാഗത്ത് പറയുന്നു. ഇവിടെ അപ്പോസ്തലന്മാരുടെ പേരുകൾ ആദ്യ ഭാഗത്ത് പ്രസ്താവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിളി വ്യക്തിപരമായി സ്വീകരിക്കേണ്ട ഒന്നാണെന്നും അത് ഓരോ വ്യക്തികളിൽ നിന്നുമാണ് ദൈവം അനുസരണം പ്രതീക്ഷിക്കുന്നതെന്നും ആണ്. ദൗത്യത്തിനായി അയക്കപ്പെടുന്നവനാണ് അപ്പോസ്തലൻ എന്ന് നമുക്കറിയാം. ഇവിടെ ശിഷ്യന്മാരെ പരാമർശിക്കുമ്പോഴും ജോഡികളായിട്ടാണ് പരാമർശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മിഷൻ ഒരു സിനർജിയിൽ നിർവഹിക്കേണ്ട, സമന്വയത്തിൽ നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വി ആർ കോൾഡ് ടു വർക്ക് ടുഗെദർ, ടു വർഷിപ്പ് ടുഗെദർ ആൻഡ് ടു വിറ്റ്നസ് ടുഗെദർ. ഒരുമിച്ച് പ്രവർത്തിപ്പാനും
ഒരുമിച്ച് ആരാധിപ്പാനും ഒരുമിച്ച് സാക്ഷിക്കുവാനും കഴിയേണ്ട ആളുകളാണ് നമ്മൾ. ഇവരെ അയക്കുമ്പോൾ അധികാരം നൽകിയാണ് ദൈവം അയക്കുന്നത്. വളരെ സാധാരണക്കാരായ ആളുകൾ, എന്നാൽ ദൈവത്താൽ അധികാരപ്പെടുമ്പോൾ അവർ അസാധാരണമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമ്മൾ കാണുന്നു. ഈ ഭാഗത്ത് ദൗത്യത്തിൽ പ്രഘോഷണം എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മിഷനസ് പ്രൊക്ലമേഷൻ കെറുക്മ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും നിത്യജീവൻ്റെയും അനുഭവങ്ങളെക്കുറിച്ചാണ് പ്രഘോഷിക്കേണ്ടത്. ദൈവഭരണം ഉറപ്പുവരുത്തുന്ന നീതിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമാണ് നാം വിളംബരം ചെയ്യുവാനായിട്ട് നിയോഗിക്കപ്പെടുക. നാം ആരും ജീവൻ്റെ സ്രോതസ്സല്ല, മറിച്ച് ജീവൻ്റെ സ്രോതസ്സിൻ്റെ ചൂണ്ടുപലകകളാണ് നാം. വിളിച്ചവനെ അറിയിക്കുവാനുള്ള വിളിയും നിയോഗവും നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. സുവിശേഷം തന്നെ മറ്റൊരു സുവിശേഷമാകണം എന്നതാണ് ദൈവത്തിൻ്റെ താല്പര്യം. പറയാറുണ്ടല്ലോ, അവരെ വായിക്കുവാൻ കഴിയുന്ന, അവരെ വായിപ്പിക്കുവാൻ കഴിയുന്ന വേദപുസ്തകമാണ് നാം ഓരോരുത്തരും, അപ്രകാരമായി തീരേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നാണ്. യോഹന്നാൻ പ്രഘോഷിച്ച അതേ വചനം തന്നെയാണ് കർത്താവ് പ്രസംഗിച്ചതും. ആ അതേ വചനം തന്നെയാണ് അപ്പോസ്തലന്മാർ പ്രഘോഷിക്കണമെന്ന നിയോഗം അവർക്ക് നൽകുവാനായിട്ടിടയാകുന്നു. പ്രഘോഷണവും പ്രവൃത്തിയും തമ്മിലുള്ള അകലമാണ് ഒരു മനുഷ്യനെ മനസ്സിലാക്കുവാനുള്ള അളവുകോൽ. ഒരുവൻ്റെ ശുദ്ധതയും കാപട്യവും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തിലൂടെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. നാം അപ്പോസ്തലർ എന്നുള്ള നിലയിൽ നിയോഗിച്ചയക്കപ്പെടുമ്പോൾ നമ്മുടെ യാത്രയുടെ ലക്ഷ്യം ഒരു നാളും വിസ്മരിച്ചു പോകുവാനായിട്ടിടയാകരുത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. യഥാർത്ഥ സുവിശേഷ ഘോഷണം എന്ന് പറയുന്നത് സുവിശേഷാനുസൃതമായിട്ടുള്ള ജീവിതം തന്നെയാണ്. അപ്രകാരം അയക്കപ്പെടുന്ന ആളുകൾ ചെയ്യേണ്ട ശുശ്രൂഷകളെക്കുറിച്ച് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ്, സൗഖ്യദായകത്വത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ശുശ്രൂഷ. അവരുടെ വേദനകളും അവനായിരിക്കുന്ന അവസ്ഥകളോടും സെൻസിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ മാത്രമേ പൊള്ളയായ ഒരു ആത്മീയതയ്ക്കപ്പുറം വളരെ സജീവമായ മനുഷ്യബന്ധത്തിലേക്ക് നമ്മുടെ ദൗത്യത്തെ നിർവഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം ചെറിയവരെ ഭരമേൽപ്പിച്ച ശുശ്രൂഷകളൊന്നും ചെറുതായിരുന്നില്ല എന്നീ ഭാഗം കാണുമ്പോൾ നമുക്കറിയാം. രോഗഗ്രസ്തമായിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വൈവിധ്യങ്ങളായ രോഗങ്ങൾ മനുഷ്യ ശരീരങ്ങളെയും മനസ്സുകളെയും അവൻ്റെ സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്ന ഒരു ലോകക്രമത്തിൻ്റെ നടുവിൽ സൗഖ്യദായകരാകുക എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഫ്രം ഇൽനെസ് ടു വെൽനെസ് എന്ന് നമ്മൾ പറയും. സമഗ്രമായ സൗഖ്യം മനുഷ്യർക്ക് സംവേദനം ചെയ്യാനായിട്ട് കഴിയുക സുവിശേഷത്തിൻ്റെ ധർമ്മമാണ്. രണ്ടാമത് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷയാണ്. പാപമാണ് മനുഷ്യൻ്റെ ജീവനെ കെടുത്തുന്ന അനുഭവമെങ്കിൽ പാപത്തിൽ നിന്നും രക്ഷയുടെ ജീവനിലേക്ക് ആനയിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കർത്താവ് പറഞ്ഞല്ലോ, താൻ വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനുമാണ് എന്നാണ്. മൂന്നാമത്തെ ശുശ്രൂഷ മേഖലയായിട്ട് പറയുക കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കുക എന്ന ശുശ്രൂഷയാണ്. അശുദ്ധമാകുന്ന എല്ലാ ജീവിതക്രമങ്ങളെയും നവീകരിക്കുക, ശുദ്ധീകരിക്കുക എന്നത് നമ്മുടെ ദൗത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിയണം. നമ്മെ മലീമസപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് വ്യക്തികളും കുടുംബവും സമൂഹവും രാഷ്ട്രവും ഒക്കെ കടന്നു പോകുവാനായിട്ടിടയാകുക. നേരിൻ്റെയും നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതകളിലേക്ക് അവയെ രൂപാന്തരപ്പെടുത്തുക എന്നത് നമ്മുടെ നിയോഗമായി മനസ്സിലാക്കുക. നാലാമത് പറയുന്നത് ഭൂതങ്ങളെ പുറത്താക്കുന്ന നിയോഗത്തെക്കുറിച്ചതാണ്. നമ്മെ നാം അല്ലാതാക്കുന്ന എല്ലാ തിന്മയുടെ അടിമത്വത്തിൽ നിന്നും വിമോചനം നേടുക, വിമോചനം പങ്കുവയ്ക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം. ഇന്ന് മദ്യപാനം, ലഹരി വസ്തുക്കൾ, തഴക്കദോഷങ്ങളൊക്കെ നാം അല്ലാതാക്കി മാറ്റുന്ന, നമ്മെ അടിമപ്പെടുത്തുന്നവയാണ്. അവയിൽ നിന്നൊക്കെയുള്ള ഈ വിധമായ ഭൂതങ്ങളിൽ നിന്നൊക്കെയുള്ള മോചനത്തിന് ലോകത്തെ സഹായിക്കുക നമ്മുടെ നിയോഗമായി കാണുവാനായിട്ടിടയാകുക. നാം തുടർന്ന് കാണുന്ന സമയത്ത് അവിടെ പറയുകയാണ്, ദൗത്യത്തിന് പുറപ്പെടുന്ന ആളുകൾ അവർ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പാലിക്കേണ്ട കാര്യം പ്രധാനമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശുശ്രൂഷ നിർവഹിക്കണം എന്നാണ്. വിഷൻ സോൾലി ഡിപ്പെൻഡിങ് ഓൺ ഗോഡ്സ് പ്രൊവിഷൻസ്. ദൈവകരുതലിൽ സമ്പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് സാധിക്കുക. ഇവിടെ പറയുന്നു, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും ചെരുപ്പും വടിയും ഒന്നും വേണ്ട എന്നാണ് പറയുക. ദൈവരാജ്യത്തോടുള്ള നമ്മുടെ വിധേയത്വത്തെ തടസ്സപ്പെടുത്തുന്ന
സകലതിനെയും ത്യജിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. യു ക്യാൻ ഗീവ് അവേ ഓൾ ദിസ് ഫോർ ദ സേക്ക് ഓഫ് ഗോസ്പൽ. ഇവയൊക്കെ നമുക്ക് അനിവാര്യമല്ലാത്തതൊക്കെ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ധ്വനിയാകാം ഇത്. ഇപ്രകാരമുള്ള ഒരു ആർഭാടങ്ങളും ഒരുപക്ഷെ ഒരു സുവിശേഷകനായി തീരാനുള്ള അനിവാര്യതയല്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാകാം ഇത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ദൗത്യ മേഖലകൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ്, പവർ, പൊസിഷൻ, പ്ലഷർ, പ്രോസ്പെരിറ്റി, ഇതൊക്കെ പലപ്പോഴും ദൗത്യമേഖലകളെ വികലമാക്കി തീർക്കുവാനായിട്ടിടയാകുന്നുണ്ട്. അതുകൊണ്ട് ലാഭേച്ഛകളെക്കാളും അധികാരകൊതികളെക്കാളും സ്ഥാനമോഹങ്ങളെക്കാളും ജീവിതത്തിൻ്റെ സമൃദ്ധിയെക്കാളും സുഭിക്ഷതയെക്കാളും ഒക്കെ പ്രധാനം ഇതൊക്കെ ദൗത്യത്തിൻ്റെ നിറം കെടുത്തുന്നവയാണ് എന്ന തിരിച്ചറിവോടുകൂടി ക്രിസ്തുവിൽ പരിപൂർണമായ ആശ്രയത്തോടെ ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാധാരണ പറയുക, ലീവ് പ്ലഷർ ആൻഡ് ഗീവ് പ്ലഷർ ഫോർ അതേഴ്സ്. അവരിന് സമൃദ്ധിയും സൗഖ്യവും ഒരുക്കുന്ന ശുശ്രൂഷ. ദൗത്യത്തേക്കാൾ മറ്റൊന്നിനും മുൻഗണന നൽകുവാൻ ശുശ്രൂഷയിൽ ഇടയാകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാത്യു ഹെൻറി ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്: സെൽഫ് ഡിനായൽ ഈസ് ദ ഫസ്റ്റ് ലെസൺ ഇൻ ക്രൈസ്റ്റ് സ്കൂൾ. സ്വയത്യാഗമാണ് ക്രിസ്തുവിൻ്റെ പാഠശാലയിലെ ആദ്യത്തെ പാഠം. നിസ്വാർത്ഥമായി ജീവൻ അപരർക്ക് പങ്കുവെച്ച് വിളമ്പി നൽകുന്ന ശുശ്രൂഷ. ഇവിടെ ഓർമ്മിപ്പിക്കുന്നു, സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി നൽകുക. നമുക്ക് ലഭിച്ചതെല്ലാം ക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിച്ചിട്ടുള്ള ദാനങ്ങളാണ്. ക്രിസ്തു തന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗജന്യ സമ്മാനമാണ്. അവൻ്റെ സ്നേഹവും കരുണയും രക്ഷയും അവനൊരുക്കുന്ന നിത്യജീവനുമൊക്കെ അവൻ്റെ സൗജന്യ ദാനങ്ങളാണ്. ഇവയൊക്കെ സൗജന്യമായി പങ്കുവയ്ക്കുവാനായിട്ടിടയാകുക. നാം ദൈവകൃപയുടെ പാത്രങ്ങളാണ്. അത് എല്ലാം സൗജന്യമായി നേടിയത് സൗജന്യമായി പങ്കുവയ്ക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അഹന്തയില്ലാതെ സ്വാർത്ഥതയില്ലാതെ ശുശ്രൂഷയെ സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. മിനിസ്ട്രി ഓഫ് അവർ പ്രസൻസ് ആൻഡ് മിനിസ്ട്രി ഓഫ് പീസ്. നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മുടെ സാന്നിധ്യം തന്നെ അവർക്ക് സൗഖ്യദായകമാകുകയും ചെല്ലുന്ന ഇടങ്ങളിൽ സമാധാന ആശംസകൾ പങ്കുവയ്ക്കുവാനായിട്ടിടയാകുകയും ചെയ്യുക. നല്ല ബന്ധങ്ങളാണല്ലോ നല്ല സമാധാനം സൃഷ്ടിക്കുന്നത്. ദൈവവുമായും മനുഷ്യരുമായുമുള്ള സുദൃഢമായ ബന്ധങ്ങൾ സമാധാനം തകർക്കാനല്ല, സമാധാനത്തെ രൂപപ്പെടുത്തുക എന്നതാണ് ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. ശുശ്രൂഷയിൽ എപ്പോഴും ഓർക്കുക, സ്വീകരണങ്ങളും തിരസ്കരണങ്ങളും ഉണ്ടാകാം. സ്വീകരണങ്ങളിൽ അമിതമായി ആഹ്ലാദിക്കേണ്ടതിനോ തിരസ്കരണങ്ങളിൽ അമിതമായ ദുഃഖത്തിൻ്റെയോ ആവശ്യമില്ല. ഫലം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ശുശ്രൂഷയുടെ മഹത്വം നിലനിൽക്കുവാനായിട്ടിടയാകുക. അവിടെ പറയുന്നു, നിന്നെ തിരസ്കരിക്കുന്നവരുടെ അടുത്ത് നിന്ന് കാലിലെ പൊടി കളഞ്ഞതിന് ശേഷം മടങ്ങിപ്പോവുക എന്നാണ് പറയുക. വിദ്വേഷത്തിൻ്റെയോ വെറുപ്പിൻ്റെയോ ഒരംശം പോലും നമ്മളിൽ സ്വീകരിക്കാതെ കടന്നു പോകണം എന്നതാണ് ഒരുപക്ഷെ അത് നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കേണ്ട പാഠമാക്കി തീർക്കുവാനായിട്ടിടയാകേണ്ടത്. തൊട്ട് താഴെ പറയുന്നുണ്ട്, ന്യായവിധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റേതാണ്, നാം ആരെയും വിധിക്കാൻ ആളല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശുശ്രൂഷകൻ എപ്പോഴും ഓർക്കണം, പരിതസ്ഥിതികൾ ശുഭകരമായ ഇടങ്ങളല്ല. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് നമ്മെ അയക്കുക. വൈരത്താലും വാളിനാലും മുറിവേൽക്കപ്പെട്ട ധാരാളം ആളുകളുടെ ഭൂമികയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്രുദ്ധ മൃഗങ്ങളെപ്പോലെ നമ്മെ നശിപ്പിക്കുവാൻ ഒരുമ്പെടുന്ന ധാരാളം ശക്തികൾ ചുറ്റുപാടിലും ഉണ്ടായേക്കാം. എന്നാൽ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മനോഭാവങ്ങൾ എല്ലാ കാലങ്ങളിലും പുലർത്താൻ കഴിയുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരുവാനായിട്ടിടയാകുക. ഇവിടെ വിവേകമുള്ളവരായി, പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരായി, വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ശുശ്രൂഷ മികവുള്ളതായി തീരുന്നത്. ആകയാൽ മിഷൻ സൺഡേയിൽ ദൗത്യമാണ് ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന അനുഭവം എന്ന് മനസ്സിലാക്കി ലോകത്തെ പ്രതീക്ഷയുള്ള ശുഭകരമായൊരു ഭാവിയിലേക്ക് രൂപപ്പെടുത്തുന്ന നല്ല ശുശ്രൂഷകരായി ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിപ്പാനിടയാകട്ടെ. സഭയുടെ ഭാവിയും ദൗത്യത്തിലാണ് എന്നുള്ളതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി ജീവിതത്തെ സമർപ്പിക്കുന്ന, ദൈവം നൽകുന്ന സാഹചര്യങ്ങളിലൂടെയും വിഭവങ്ങളിലൂടെയും ജീവിതം കൊണ്ടും അവരനെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ സ്പർശിച്ച് രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷികളായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.